പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ഹൈദരാബാദ് ലൊക്കേഷൻ കഴിഞ്ഞ ദിവസം ആഘോഷങ്ങളുടെ ദിവസമായിരുന്നു. മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചതിന്റെ അറിയിപ്പ് വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാന ആഘോഷം. അതുകൂടാതെ നടൻ പ്രഭുവിന്റെ വിവാഹ വാർഷികവും ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ കൂട്ടുകെട്ടായ ആശീർവാദ് സിനിമാസിന്റെ 19ാമത് വാർഷികവുമാണ് ചിത്രത്തിന്റെ സെറ്റിൽ ആഘോഷിച്ചത്. ഇതിന്റെ ചിത്രങ്ങളാണ് അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. 70ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 40 വർഷമായി ഇന്ത്യൻ സിനിമാ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾക്കായി മോഹൻലാലിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് മോഹൻലാൽ ഇത് അറിഞ്ഞത്. ഡിസംബർ 1-നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ ആരംഭിച്ചത്. മോഹൻലാൽ ടൈറ്റിൽ റോളിലെത്തുന്ന ചിത്രത്തിൽ അർജുൻ സർജ, സുനിൽ ഷെട്ടി, മഞ്ജു വാര്യർ, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, മധു, സംവിധായകൻ ഫാസിൽ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. പ്രണവ് മോഹൻലാൽ ഒരു ക്യാമിയോ റോളിലാണ് ചിത്രത്തിലെത്തുന്നത്. കൂടാതെ സൗത്ത് ഇന്ത്യയിലെയും ബോളിവുഡിലെയും താരങ്ങളും ബ്രിട്ടീഷ് ചൈനീസ് നടീനടന്മാരും ചിത്രത്തിൽ അണിനിരക്കും. മഞ്ജു വാര്യരാണ് ചിത്രത്തിലെ നായിക. കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യരുടെ ലുക്കും റിലീസ് ചെയ്തു. സുബൈദ എന്നാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ചിത്രം പുറത്തുവിട്ടത്. മരക്കാറിന് ശേഷം അസുരൻ എന്ന തമിഴ് ചിത്രത്തിലാണ് മഞ്ജു അഭിനയിക്കുന്നത്. മഞ്ജുവിന്റെ തമിഴിലേക്കുള്ള രംഗപ്രവേശം കൂടിയാണ് വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന ഈ ധനുഷ് ചിത്രം. വടച്ചെന്നൈയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് വെട്രിമാരനൊപ്പം അസുരൻ എന്ന പുതിയ ചിത്രത്തിൽ കൈകോർക്കുന്ന കാര്യം ധനുഷ് അനൗൺസ് ചെയ്തത്. ജനുവരി 26 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും ധനുഷ് പറഞ്ഞിരുന്നു. ഒരു തമിഴ് നോവലിന്റെ സിനിമ ആവിഷ്കാരമാണ് അസുരൻ എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിൽ മഞ്ജു വാര്യരുടെയും ധനുഷിന്റെയും ലുക്കും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു.